കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം. ഒരു പെൺകുട്ടി, അവള് നാട്ടിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പം അവള് ഈ ഭർത്താവിൻ്റെ തന്നെ ഗൾഫിൽ അയാളുടെ റൂമിൽ താമസിക്കുന്ന സുഹൃത്തുക്കളുമായി ഇവൾ വീഡിയോ ചാറ്റ് ചെയ്യുന്നു. അപ്പം അയാൾ സൗദിയിൽ വെച്ചിട്ട് എന്നെ വിളിച്ചു, ഞാൻ നാട്ടിലേക്ക് വരും, അപ്പം നിങ്ങളോടൊന്ന് എനിക്ക് സംസാരിക്കണം. അപ്പം എന്തെന്ന് ചോദിച്ചു, എൻ്റെ ഭാര്യ എൻ്റെ റൂമിൽ തന്നെ കഴിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്നു, വീഡിയോ കോൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തൊരു അപരാധമാണിത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഏതായാലും നിങ്ങൾ നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് എനിക്ക് അയാളെ കാണാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഫോണ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം തരാം. ആദ്യമായിക്കൊണ്ട് ആ സ്ത്രീ റൂമിലെ ഒരു റൂംമേറ്റിന് വിളിക്കണത് എപ്പോഴാണെന്നറിയോ? നിങ്ങളിത് കേൾക്കണം, ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കൂല. അതായത് ഇയാൾ ഫോൺ എടുക്കും, എന്തൊക്കെ കുട്ടികളെ വർത്താനം ചോദിക്കും, അവിടെ വെക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംശയം. ഏതായാലും ഭർത്താവില്ല, 13 കൊല്ലമായിട്ട് 2 വർഷം കൂടുമ്പോൾ 2 മാസം വരും പോകും. അയാൾക്ക് ഫോണിൽ പോലും അവളുമായി സംസാരിക്കാൻ സമയമില്ല. അപ്പോ ഒരിക്കൽ ഫോൺ വിളിച്ച് കുറേ പ്രാവശ്യം അടിച്ചപ്പോൾ എന്ത് ചെയ്യും, ഇവരൊക്കെ ഒന്നിച്ച് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, ഈ പെണ്ണിന്റെ ഭർത്താവ് വേറെ ഫോണിൽ ഓരോന്ന് നോക്കി കണ്ട് കിടക്കുകയാണ്. അപ്പൊ ഒരു സഹപ്രവർത്തകൻ എന്ത് ചെയ്തു, ആ ഫോൺ മെല്ലെ എടുത്ത് പുറത്തു പോയി. ഏത് ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരൻ പുറത്തു പോയിട്ട് ഫോൺ ഓണാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മനഃപൂർവ്വം നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കാൻ, അതല്ലാതെ അയാളിത് കാണാഞ്ഞിട്ടും ഒന്നുമല്ല. ഇനി നിനക്ക് വേണമെങ്കിൽ നീ ഒരു വീഡിയോ കോൾ വിളിക്ക്, ഞാൻ അയാൾ അപ്പുറത്ത് ഫോണുമായിട്ട് ഇരിക്കണേ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവൾ വീഡിയോ കോൾ വിളിച്ചു. ഇയാളിങ്ങനെ അപ്പുറത്ത് അലസനായി ഫോണിൽ കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നിട്ട് റൂമിൽ നിന്ന് ഇയാൾ പോയതിന് ശേഷം ആ നമ്പർ നോട്ട് ചെയ്തിട്ട് ഇവൻ തിരിച്ച് അവൾക്ക് വിളിച്ചു. ഇനി അനക്ക് സംസാരിക്കണം, വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെയാണ് ആ വിളി തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക് നിങ്ങൾ. നല്ല ആരോഗ്യവതിയായൊരു സ്ത്രീ കൂടെ ഉണ്ടായിട്ട് ആ സ്ത്രീയെ അനുഭവിക്കാത്ത ഹതഭാഗ്യരായ പുരുഷന്മാർ. നല്ലൊരു ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിട്ട് അയാളോട് വർത്താനം പറയാനും ഉല്ലസിക്കാനും സന്തോഷിക്കാനും സമയം കിട്ടാത്ത ആൾക്കാർ.